എന്താന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ക്ലൈന്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ മുമ്പ് ചെയ്ത ഒരു ഫ്ലവർ ബൊക്കയുടെ പിക്കായിരുന്നു അവരെ റെഫറൻസ് ആയിട്ട് നമുക്ക് അയച്ചത്. ഇതൊക്കെ നിസ്സാരെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് കളറാക്കി എടുത്ത് അവർക്ക് പിക്കാൻ കഴിച്ചു. എന്തോ എവിടെയോ ഒരു തകരാറെന്ന പോലെ കസ്റ്റമറിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഫോട്ടോ അയച്ചപ്പോൾ അവർ ആദ്യം ഓക്കെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സംഭവം അങ്ങ് പാക്കും ചെയ്തു. അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് കഴിയാറാവുമ്പോഴായിരുന്നു അവരെനിക്ക് കോൾ ചെയ്ത്. ഒക്കെ അത്ര കൊള്ളൂല, ഒരുപാട് വലുതായതുപോലെയുണ്ട്, കാണാനൊരു രസമില്ല, പെണ്ണ് കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഒരുപാട് വലുതായ ഭയങ്കര ബോറായിരിക്കും, ഇതിൻ്റെ മോഡലും ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ഫോട്ടോ അയച്ചതിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങാകെ പ്ലിങ് ആയിപ്പോയി. എന്തായാലും ഇത്ര വലുപ്പം വേണ്ട, കുറച്ച് കുഞ്ഞായിട്ട് ചെയ്തെന്നാൽ മതി എന്നും പറഞ്ഞു. ഒക്കെ റീമേക്ക് ചെയ്യാൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഇതൊരു പതിവായതുകൊണ്ട് എനിക്ക് സങ്കടം അത്ര വന്നിട്ടില്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒന്ന് കണ്ണ് തടച്ചിട്ട് വരാം. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഈ നിമിഷം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇതൊക്കെ എന്ത്, ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് KK ജോസ് എന്നാണല്ലോ പറയാ. അതുകൊണ്ട് ആ KK ജോസിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനിത് റീമേക്ക് ചെയ്തു. സംഭവം എന്തായാലും എനിക്ക് നഷ്ടമാണ്, കാരണം ഒരിക്കൽ യൂസ് ചെയ്ത ഷീറ്റ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുതിയ ഷീറ്റൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. കൊള്ളാലോ, സുന്ദരിയായി. അപ്പോൾ ഇതാണ് ഞാൻ റീമേക്ക് ചെയ്ത്, ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ. അപ്പോൾ ബൈ.